അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകുന്നവനാണ്, അല്ലെങ്കിൽ അല്ലാഹു തടഞ്ഞു വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഇടപെടുന്നവനാണ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ തടയുന്നവനാണ് എന്ന് അർത്ഥം പറയുമ്പോൾ മലയാളത്തിൽ ഭാഷയുടെ ചില പരിമിതികളുണ്ടല്ലോ. അപ്പോൾ അള്ളാഹു തടഞ്ഞു വെക്കുന്നവനാണ്, അള്ളാഹു തരുന്നവനല്ല എന്ന് തോന്നിപ്പോവരുത്. മൻഉഹു ഐനുൽ അതാ, അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കുന്നത് അതുതന്നെയാണ് അള്ളാഹുവിൻ്റെ നൽകൽ എന്ന് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ ഹികമിൽ കാണാൻ പറ്റും. മാനി എന്ന് പറഞ്ഞാൽ അല്ലദി യംനഉക മിൻ കുല്ലി മാ യുദിക്, നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നവനാണ്. ഹാഫിള് എന്ന അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ഹഫീദ് എന്ന ഇസ്മുമായി ബന്ധപ്പെട്ട ഒരു ആശയം ഈ മാനിഅനുണ്ട്. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിറകിലും വശങ്ങളിലുമായി അള്ളാഹുവിൻ്റെ മലക്കുകളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്കുകളുടെ ജോലി തന്നെ മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കലാണ്. നമ്മൾ വൾനറബിൾ, നമ്മൾ ഒരുപാട് അപകടങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ളവരാണ്. അള്ളാഹുവിൻ്റെ വലിയൊരു സഹായം നമുക്ക് അള്ളാഹു നൽകുന്നുണ്ട് എന്ന് റബ്ബ് തആല ശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു. ഹഫളത്തിൻ്റെ മലക്കുകൾ, മനുഷ്യന് സംരക്ഷണം നൽകുന്ന മലക്കുകളുണ്ട്. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നൽകുന്ന സംരക്ഷണം, പരാജയങ്ങളുടെ അസ്ബാബുകളിൽ നിന്ന് അള്ളാഹു നൽകുന്ന സംരക്ഷണം അള്ളാഹുവിൻ്റെ വലിയൊരു തീരുമാനമാണ്. യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. അതുമാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിച്ചു. അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. ഒരു അപകടം, ഒരു അത്യാഹിതം, ഒരു പ്രയാസം, ഒരു ബലാ, ഒരു മുസീബത്ത് സംഭവിക്കാതെ അള്ളാഹു എന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് ഒരു അബ്ദ്, ഒരടിമ മനസ്സിലാക്കുമ്പോൾ ആ അടിമക്ക് മനുഷ്യന് തോന്നുന്ന ഹൃദയത്തിൻ്റെ ഒരു ശാന്തതയും സമാധാനവുമുണ്ട്. അത് വിശദീകരിക്കാൻ പറ്റൂല. അള്ളാഹു മാനിആൻ. എന്തൊക്കെ സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നു. സംരക്ഷണം അർഹിക്കുന്ന ആൾക്കാരുണ്ട്, സംരക്ഷണം അർഹിക്കാത്തവരുണ്ട്. സംരക്ഷണം അർഹിക്കാത്തവർക്ക് അള്ളാഹു അത് തുറന്നുവിടും. അവർക്ക് പരീക്ഷണങ്ങൾ അവരുടെ മീതെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകണമെന്ന് റബ്ബ് തീരുമാനിച്ചിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏത് വിധേനയും അവരെ സംരക്ഷിച്ചിരിക്കും. അതാണ് അൽ മാനിഉ സുബ്ഹാന. അള്ളാഹു ഒരു ഹലാക്ക് സംഭവിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ റബ്ബ് തആല സംരക്ഷിച്ചു നിർത്തുന്നവനാണ്. അങ്ങനെ റബ്ബ് മറ്റു സബബുകളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തും. ആ അപകടം നടക്കണമെങ്കിൽ ആ ആൾ അവിടെ ഉണ്ടാവണം. അപ്പോഴേക്കും പെട്ടെന്ന് എന്തെങ്കിലും പെട്ടെന്നൊരു സാധനം വാങ്ങിക്കാൻ പുറത്തേക്ക് പോകണമെന്ന് തോന്നുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ സമയത്ത് വീട്ടിലെന്തെങ്കിലും സംഭവിക്കുന്നു. ഈ ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അപകടം സംഭവിക്കണമെന്ന് തീരുമാനിച്ചില്ല. അതുകൊണ്ട് അവർക്ക് അള്ളാഹു തആല ആ ബല ഒരിക്കലും അവിടെ നടത്തുന്നില്ല. അള്ളാഹു അങ്ങനെ സംരക്ഷണം നടത്തുന്നവനാണ്. അങ്ങനെ റബ്ബ് തടഞ്ഞു വെക്കുകയാണ്. ഒരു മനുഷ്യനെ ബലായിൽ നിന്ന് തടഞ്ഞു വെക്കുന്നവനാണ്. ആ അർത്ഥത്തിലാണ് തടയുന്നവനായ അള്ളാഹു എന്ന് പറയാം. അത് മോശമായ അർത്ഥത്തിലല്ല. അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ ഒരു സംരക്ഷണം പടച്ചതമ്പുരാനെ ഭയപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹു നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഈ സംരക്ഷണം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണം. എന്നെ റബ്ബ് സംരക്ഷിക്കും, അള്ളാഹുവാണ് മാനിഅ എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഈമാനിൽ വർധനവ്. അതാണ് ഈമാൻ വർദ്ധിക്കണം എന്ന് പറയാൻ കാരണം. നമ്മുടെ ഒരു വിഷയവും ഒരു മനുഷ്യനെയും അല്ല അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. നമ്മുടെ വിഷയം റബ്ബ് ഏറ്റെടുത്ത വിഷയമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അങ്ങ് തകർക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കും, അവരങ്ങ് പട്ടിണി കിടന്ന് മരിച്ചു പോകും, അങ്ങനെയൊന്നുമില്ല. അള്ളാഹുവിന് അങ്ങനെ തീരുമാനമുണ്ടോ അത് സംഭവിച്ചിരിക്കും. അത് സംഭവിച്ചിരിക്കും. അതിന് മറ്റൊരു ഭൗതിക കാരണങ്ങളുടെയും ആവശ്യം പോലുമില്ല. പക്ഷെ റബ്ബത് തീരുമാനിച്ചിട്ടില്ലേ, ആരെക്കൊണ്ടും അത് ചെയ്യാൻ കഴിയില്ല. മാനസികമായി ഈ ഒരു മനക്കരുത്തില്ലാത്ത ആളുകൾ ജോലിക്ക് പോവില്ല, പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല, ഉന്മേഷം ഉണ്ടാവില്ല, ഒരു കാര്യം ചെയ്യാൻ അവരെ കൊണ്ട് പറ്റൂല. എന്നിട്ട് പിന്നെ സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആവും, അത് കഴിഞ്ഞാൽ പിന്നെ മദ്യപിക്കാൻ തുടങ്ങും, അത് കഴിഞ്ഞാൽ പിന്നെ ഡ്രഗിന് അഡിക്റ്റ് ആവും. അങ്ങനെ ജീവിതം നശിച്ചു പോകുന്ന എത്ര ആൾക്കാരുണ്ട്. കാണുന്നത് മുഴുവൻ പേടിയാണ്. ചുറ്റുള്ള ആളുകൾ മുഴുവൻ ശത്രുക്കളാണെന്ന് പറയാൻ തുടങ്ങും. എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, എന്നെ ആളുകളെ പിന്തുടരുന്നുണ്ട്. ഇത് ഡ്രഗ് അഡിക്റ്റുകൾ പറയുന്നൊരു വാക്കാണത്. അവർ സ്ഥിരം പറയുന്ന ഡയലോഗാണത്. എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, എൻ്റെ പിന്നാലെ 4 ആളുകൾ കൂടിയിട്ടുണ്ട്. ഇത് അവർക്ക് തോന്നുന്നതാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ തോന്നുന്നൊരു തോന്നലാണിത്.
മുഅ്മിനായ മനുഷ്യൻ ആത്മധൈര്യത്തിലാണ് നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ കൂടെയുണ്ട്, ഞാൻ റബ്ബിൻ്റെ കൂടെയാണ്. ഫഇന്നക ബിഅഅ്യുനിനാ, മൂസനബിയോട് അള്ളാഹുവിൻ്റെ വചനം, മൂസനബിയെ അങ്ങ് നമ്മുടെ കണ്ണുകളുടെ മുമ്പിലാണ് മൂസനബിയെ. ഫഇന്നക ബിഅഅ്യുനിനാ, അള്ളാഹു എന്ന ഖാദിറും മുഖ്തദിറുമായ അള്ളാഹു ജല്ല ജലാലു, ആ റബ്ബിന്റെ കൺമുമ്പിലാണ് മൂസനബിയെ നിങ്ങളുള്ളത്. അതുകൊണ്ട് പേടിക്കേണ്ട, ഫിർഔന്റെ മുമ്പിലേക്ക് നടന്നു പോയിക്കോളൂ, അവനൊന്നും ചെയ്യൂല. അതുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം പേടിച്ചില്ല. അല്ലെങ്കിൽ പേടിയാവൂലേ? വലിയൊരു സംവിധാനങ്ങളും പട്ടാളക്കാരും 5000-ഓളം വരുന്ന ഗേറ്റ് കീപ്പർമാരുണ്ട് ഫറോവൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് എത്താൻ. സയ്യിദന മൂസ അലൈഹിസ്സലാം അവരുടെ കണക്കിൽ മുമ്പ് ഒരു കൊലപാതകം നടത്തിപ്പോയി എന്ന് അവർ കുറ്റവാളിയായി കാത്തിരിക്കുന്ന ഒരാൾ വർഷങ്ങൾക്ക് ശേഷം, 8 കൊല്ലങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അതും ഫറോവയുടെ ശത്രുവായിട്ട്. കൊട്ടാരത്തിലേക്ക് ചെന്ന് സംസാരിച്ചില്ലേ? എന്തേ? അതിനു മുമ്പ് മൂസ നബി അലൈഹിസ്സലാമിനെ അവർക്ക് വകവരുത്താമായിരുന്നു, മൂസ നബിയെ കൊന്നുകളയാമായിരുന്നു അവർക്ക്. പക്ഷേ അള്ളാഹു അത് തോന്നിപ്പിച്ചില്ല. എന്തേ? ഫഇന്നക ബിഅഅ്യുനിനാ, എൻ്റെ കണ്ണിൻ്റെ മുമ്പിലാണ് മൂസ നബിയെ നിങ്ങൾ. അങ്ങനെ ഒരു തോന്നൽ അവൻ്റെ ഹൃദയത്തിൽ വരണമെങ്കിൽ അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ തോന്നിപ്പിക്കണം. അള്ളാഹു തോന്നിപ്പിച്ചില്ലേ? അവർക്കതൊന്നും തോന്നൂല. അല്ലാഹു മാനിആന അല്ലദീ യംനഉ മൻ യസ്തഹിഖുൽ മൻഅ, ആർക്കാണോ സംരക്ഷണം അർഹിക്കുന്നത് അവർക്ക് അല്ലാഹു സംരക്ഷണം നൽകുന്നവനാണ്. ചില ആളുകൾ അത് അർഹിക്കുന്നില്ല, അവര് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടേണ്ടവരാണ്. അത്തരം ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാഹു സംരക്ഷണം നൽകാൻ വേണ്ടി തീരുമാനിച്ച ആളുകൾ അവർ അല്ലാഹു റബ്ബ് തആല അവരെ സംരക്ഷിച്ചിരിക്കും. യാ അല്ലാഹ്, നമ്മൾ ആഗ്രഹിക്കുന്നത് നടന്നോളുന്നില്ല. ദുനിയാവ് അങ്ങനെയാണ്. അള്ളാഹു ചില കാര്യങ്ങൾ നമ്മളെ തടഞ്ഞു വെച്ച് ഇങ്ങനെ വകഞ്ഞു മാറ്റുകയാണ്. അത് ഖൈറാണെന്ന് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ചിലപ്പോൾ ഒരുപാട് കാലെടുക്കുന്നത് മനസ്സിലാവാൻ. അൽമാനിഉ സുബ്ഹാന, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാനിആൻ. തടഞ്ഞു വെക്കണം, അള്ളാഹ് സംരക്ഷിക്കണമെന്ന് ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ അവരങ്ങനെ കൊടുക്കും. ഇല്ലേ? അങ്ങനെ സംഭവിക്കൂല. പിന്നെ മനുഷ്യൻ തവറത്ത് എന്ന് പറയും, പ്രശ്നത്തിലും കുടുങ്ങിപ്പോകും. നമ്മൾ ആഗ്രഹിച്ചത് അങ്ങനെയായിരുന്നു. ഒരു ജോലി നമ്മൾ ആഗ്രഹിച്ചൊരു കമ്പനി കയറണമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തെങ്കിലും എത്രയെല്ലാം പ്രയാസങ്ങളുണ്ടായി അള്ളാഹു ഇങ്ങനെ അകറ്റി തന്നാലും വേണ്ട, അത് തന്നെ വേണമെന്ന് പറഞ്ഞ് മറികടന്ന് അങ്ങോട്ട് തന്നെ എത്തിയാൽ പിന്നെ ആ ജോലി കൊണ്ട് അങ്ങ് കുടുങ്ങും. പിന്നെ ഉറങ്ങാൻ പറ്റൂല, പിന്നെ സമാധാനം ഉണ്ടാവില്ല, ഒരു റാഹത്തുൽ. പിന്നെ പറയും എനിക്ക് ശമ്പളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, സമാധാനമല്ല, പണി കിട്ടിയാൽ മതി എന്ന് പറയും. ആദ്യം അതല്ല പറയാം. എന്താണ് ഖൈർ എന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ഖൈറിനെയാണ് ചോദിക്കേണ്ടത്. പഠിച്ചവനെ, അതെനിക്ക് ഖൈറാണെങ്കിൽ എനിക്ക് തരയണമേ, ഇല്ലേ എനിക്ക് വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമുക്ക് തടഞ്ഞു വെക്കുന്നു. ആ തടഞ്ഞു വെക്കുന്നത് വൽ മൻഉ ഐനുൽ അത്വാ, ആ തടഞ്ഞു വെക്കൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ നൽകൽ. അതൊരു തരലാണത്. നമ്മൾ വിചാരിക്കുക തടഞ്ഞു വെച്ചൊക്കെയാണല്ലോ. അള്ളാഹു തടഞ്ഞതല്ല. അള്ളാഹു നിങ്ങൾക്ക് പലതും ആ വഴിയിലൂടെ തന്നിരിക്കുകയാണ്. മനുഷ്യനെ പേടിച്ച് നടക്കരുത്, മനുഷ്യന്മാരെ പേടിക്കരുത്, മനുഷ്യന്മാരെ ബഹുമാനിക്കണം. എന്ത് പേടിക്കുക? അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എൻ്റെ ജീവിതം ഇല്ലാണ്ടായി പോകുമോ, എൻ്റെ ഖളാവും ഖദറും ആ മനുഷ്യൻ്റെ കയ്യിലാണല്ലോ. അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അള്ളാഹുവിൻ്റെ ഖളാ പടച്ച തമ്പുരാൻ നടത്തിയിരിക്കും. സജ്ജനങ്ങളെ, സ്വാലിഹീങ്ങളെ ബഹുമാനിക്കുക. അദബുകേട് കാണിക്കുന്നത് പേടിക്കണം, അദബുകേട് കാണിക്കരുത്. എന്നല്ലാതെ നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടുപോയി ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഏതൊരു ജീവിയും അതിൻ്റെ നാസ്യത്തിൽ അള്ളാഹു പിടിച്ചിരിക്കുകയാണ്, മൂർധാവിൽ അള്ളാഹു പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞ് ഏതൊന്നിൻ്റെയും കൺട്രോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹുവിനെ അറിയുള്ളൂ. ഒരു അപകടത്തിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നവൻ, ഹലാക്കിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നവൻ അത് അള്ളാഹുവാണ്. പിന്നെ തടയുന്നവനാണെന്നതിന് പലതും അർത്ഥമുണ്ട്. അള്ളാഹു നൽകുന്നവനാണ്, അള്ളാഹു നൽകാതിരിക്കുന്നവനുമാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഇദാ ഫതഹല്ലാഹു ബസീറതക്, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉൾക്കാഴ്ചയെ അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരികയാണെങ്കിൽ റഅയ്തൽ മൻഅ ഐനൽ അതാ, ഈ അള്ളാഹു തന്നില്ല എന്നത് യഥാർത്ഥത്തിൽ അതുതന്നെയാണ് അള്ളാഹു നൽകിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇദാ ഫതഹല്ലാഹു ബസീറതക് റഅയ്തൽ മൻഅ ഐനൽ അതാ. മൻഅ എന്ന് പറഞ്ഞാൽ തരാതിരിക്കാൻ. ആ തരാതിരിക്കലാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാഴ്ചങ്ങ് ഓപ്പണാക്കി തന്നാൽ. അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കാം എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്കൊന്നും തന്നില്ലല്ലോ, ഞാനെന്ത് ഇങ്ങനെ ആയിപ്പോയത്.
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ദുന്യാവ് കൊണ്ട് ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയെ നമുക്ക് അളക്കാൻ പാടുള്ളതല്ല. ലൈസ അത്വാഇ ഇക്റാമൻ വലൈസ മൻഇ ഹിർമാന. അള്ളാഹു നൽകുന്നത്, ദുന്യാവിൽ അള്ളാഹു പൈസ നൽകുന്നു അല്ലെങ്കിൽ സൗകര്യങ്ങൾ നൽകുന്നു, ഈ നൽകുന്നത് അള്ളാഹു ബഹുമാനിച്ചതല്ല. വല മൻഇ ഹിർമാന. ചില ആൾക്കാർക്ക് അള്ളാഹു കാശ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അവരെ മഹറൂമാക്കിയതാണോ അതിനർത്ഥം? ഒരിക്കലുമല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിൽ فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين. ഖുർആൻ പറയാൻ മനുഷ്യരുടെ ചിന്താഗതിയെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നു, ഫഅമ്മൽ ഇൻസാൻ, മനുഷ്യൻ, ഇദാ മബ്തലാഹു റബ്ബുഹു, ഒരു മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുകയും, നിങ്ങളെന്താ പറഞ്ഞറിയോ, ഫഅക്രമഹു, അവന് ഭയങ്കര ബഹുമാനം അള്ളാഹു നേടിക്കൊടുത്തു. നാട്ടുകാരിൽ, വീട്ടുകാരുടെ, അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ, അവരുടെ പരിചയക്കാരുടെ ഇടയിൽ ഒക്കെ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. ഫഅക്രമഹു വനഅമഹു, ഒരുപാട് അനുഗ്രഹങ്ങൾ. 3-4 വണ്ടിയൊക്കെ വീടിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്ത് കിടക്കുകയാണ്. സൗകര്യങ്ങൾ ഇഷ്ടം പോലെയാണ്, പൈസക്കൊരു വിഷയമല്ല, ആരോഗ്യമുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഫയഖൂൽ, മനുഷ്യൻ പറയും, റബ്ബി അക്രമൻ, അള്ളാഹു അക്രമനി എന്നാണ്, അള്ളാഹു എന്നെ ബഹുമാനിച്ചിരിക്കുന്നു, അള്ളാഹ് എനിക്ക് ഭയങ്കര ആദരവ് തന്നിരിക്കുന്നു എന്ന് മനുഷ്യൻ പറയുന്നു. പക്ഷെ അള്ളാഹു ആദരിച്ചതല്ല അത്. അള്ളാഹു നമ്മൾ വിചാരിക്കും നമ്മുടെ വീട് അള്ളാഹ് ഭയങ്കര ബഹുമാനിച്ച്, അള്ളാഹ് നമ്മളോട് സ്നേഹം ഉണ്ടാകുന്നത് തന്നതാണ്. നമ്മളെക്കാളും വലിയ ഒരു ടൗണിൻ്റെ അത്ര വലിപ്പമല്ല വീടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, കാഫിറുകൾ, അള്ളാഹുവിനെ പറ്റി ഒരു വിശ്വാസമില്ലാത്ത മനുഷ്യന്മാർ. ഒരു നാട് മൊത്തം ഒരു വീടായിരിക്കും, ഒരു വില്ലേജ് മുഴുവൻ വലിയ കാടൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും അവരുടെ വീട്. നമ്മളെ 5 സെൻറ്റ് 10 സെൻറ്റ് ഭൂമിൻ്റെ വീടിനെ പറ്റി ആലോചിക്കുമ്പോഴേ അള്ളാഹുവിനെ പറ്റി ഒരു ബോധമില്ലാത്ത മനുഷ്യന്മാർ അൾട്ടിമേറ്റ് ലക്ഷറി ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാ? ഞാൻ നൽകുന്നത്, ദുന്യാവ് നൽകുന്നത്, ഭൗതിക സൗകര്യങ്ങൾ നൽകുന്നത്, ലൈസ അത്വാഇ ഇക്റാമ, അത് ഞാൻ ബഹുമാനിക്കലല്ല. അങ്ങനെയാണ് ഇപ്പോൾ അള്ളാഹു അവിശ്വാസികളെ ബഹുമാനിക്കാൻ പറ്റില്ലല്ലോ. വഅമ്മാ ഇദാ മബ്തലാഹ്, നേരെ മറിച്ച് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുകയും, ഫഖദറ അലൈഹി റിസ്ഖഹു, മനുഷ്യൻ്റെ റിസ്ഖ് അള്ളാഹു ചുരുക്കി കളയുകയും ചെയ്താൽ, ചുരുക്കി കളഞ്ഞു, സാലറി ഇത്രയായിരുന്നു, അത് കുറച്ച് പകുതിയാക്കി ചുരുക്കി, കുറേ അലവൻസുകൾ എടുത്തു കളഞ്ഞു. അപ്പോൾ കുറച്ച് ജീവിതം കുറച്ച് പ്രയാസത്തിലായിപ്പോയി, അല്ലെ ജോലി നഷ്ടപ്പെട്ടു, ഇനി ജോലി കിട്ടുമോ ഇല്ലേ, ഭയങ്കര ടെൻഷനായി. അങ്ങനെ മനുഷ്യൻ്റെ റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗണ്യമായി കുറച്ചു കളഞ്ഞാൽ, ഫയഖൂൽ, ചില ആളുകൾ പറയും, റബ്ബി അഹാനൻ, അള്ളാഹ് ഹാസ് ഇൻസൾട്ടഡ് മീ, അള്ളാഹു എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറയുന്നു. അഹാനൻ, അള്ളാഹ് എന്നെ കണ്ട് വല്ലാണ്ട് നാണം കെടുത്തി കളഞ്ഞു, എന്താ ചെയ്യാൻ? അല്ല, എത്രയോ മുതലാളിമാർ ദീനിന് വേണ്ടി വാരിക്കോരി കൊടുത്ത് അവസാനം ഒന്നുമില്ലാതെ മരിച്ചു പോകുന്നുണ്ട്. അത് ഇക്റാമാണ്, അള്ളാഹു നൽകുന്ന ആദരവാണത്. പൈസ കൊണ്ടല്ല അള്ളാഹു താൻ ആദരിക്കുന്നത്. പടച്ച തമ്പുരാൻ പറയാണ്, ഈ ഞാൻ നൽകിയതോ ഞാൻ നൽകാതിരിക്കുന്നതോ ഇത് രണ്ടും എൻ്റെ പരീക്ഷണമാണ്. കാരണം ആയത്ത് തുടങ്ങുന്നത് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തല, അള്ളാഹു പരീക്ഷിക്കുകയും ഫഅക്റമഹു വനഅമ, നിഅമത്ത് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്ന മുമ്പ് പരീക്ഷിച്ചു എന്ന വാക്ക് അള്ളാഹു ഉപയോഗിക്കുന്നു. വഅമ്മ ഇദാ മബ്തല ഫഖദറ അലൈഹി റിസ്ഖ, ഭക്ഷണമോ റിസ്ഖോ സൗകര്യങ്ങളോ സമ്പാദ്യമോ അള്ളാഹു കുറച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിടത്തും അള്ളാഹു ഇബ്തല, പടച്ചോൻ പരീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നു. രണ്ടും പരീക്ഷണമാണ്. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കൽ മാത്രമാണ് ഇവിടെ ലക്ഷ്യം. അല്ലാഹു മാനിഅൻ, അൽ മാനി' ഹുവല്ലദീ യറുദ്ദു അസ്ബാബൽ ഹലാകി വൻ-നുഖ്സാൻ ഫിൽ അദ്യാനി വൽ അബ്ദാൻ ബിമാ ഖലഖ മിനൽ അസ്ബാബി അൽ മുഇദ്ദത്തി ലിൽ ഹിഫ്ദ്. നമ്മുടെ ദീനിലും നമ്മുടെ ശരീരത്തിലും സംഭവിച്ചേക്കാൻ ഇടയായേക്കാവുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നവനായ അള്ളാഹു, അതാണ് മാനി എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. പെട്ടെന്ന് തടഞ്ഞു നിർത്തുന്നവൻ, തടയുന്നവൻ എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് മീനിങ് മാത്രമാണ് എന്ന് തോന്നിപ്പോകും. സത്യത്തിൽ അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ചേർത്ത് വായിക്കാൻ, ലികുല്ലി ഷൈഇൻ ഹഖീഖ വമാ ബലഗ അബ്ദുൻ ഹഖീഖത്തൽ ഈമാൻ ഹത്താ യഅലം അന്നമാ അസ്വാബഹു ലം യകുൻ ലിയുഖ്തിഅഹു
വമാ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹു. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ലികുല്ലി ഷൈഇൻ ഹഖീഖ, എല്ലാ കാര്യങ്ങളുടെയും ഒരു അടിസ്ഥാനമുണ്ട്, എല്ലാ വിഷയങ്ങൾക്കും ഒരു അടിസ്ഥാന തത്വമുണ്ട്. വമാ ബലഗ അബ്ദുൻ ഹഖീഖത്തൽ ഈമാൻ, ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടോ ഇല്ലയോ അതിന്റെ ഒരു അടിസ്ഥാനം എന്താ, അതിന്റെ ഹഖീഖത്ത് എന്താണ്, ഹഖീഖത്തുൽ ഈമാൻ എന്താണ്? ഹഖീഖത്തുൽ ഈമാൻ, ഈമാനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹത്താ യഅലം അന്നമാ അസ്വാബഹു ലം യകുൻ ലിയുഖ്തിഅഹ്, നമുക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കലാണ്. അത് നമുക്ക് സംഭവിക്കാതിരിക്കേണ്ടതായിരുന്നില്ല. നമുക്കൊരു അപകടം സംഭവിച്ചു, അപ്പൊ നമ്മൾ പറയാണ് ഞാനത് ആ വഴിക്ക് പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് സംഭവിക്കില്ലല്ലോ, ഞാൻ ആ ഒരു സമയത്ത് ഇറങ്ങിയത് കൊണ്ടല്ലേ സംഭവിച്ചത് എന്നൊന്നും പറയരുത്. നമുക്ക് സംഭവിച്ചത് അത് നമുക്ക് കുടുംബത്തിലാവാം, വിവാഹ ജീവിതത്തിലാവാം, സൗഹൃദങ്ങളിലാവാം, നമ്മുടെ വീട്ടിലാവാം, മാതാപിതാക്കളിലാവാം, നമ്മുടെ ജോലിയിലാവാം, സൗഹൃദ ബന്ധങ്ങളിലാവാം, നമുക്ക് സംഭവിച്ച നഷ്ടങ്ങളാവാം, ഒരുപാട് അസുഖങ്ങളാവാം. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ലം യകുൻ ലിയുഖ്തിഅഹ്, അതൊരിക്കലും നമുക്ക് പിഴച്ചു പോകാനുള്ളതായിരുന്നില്ല. വമാ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹു, നമുക്ക് സംഭവിക്കാതെ തട്ടിത്തെറിച്ചു പോയത് അത് നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴേ ഈമാനിന്റെ ഹഖീഖത്ത് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര സംഭവമാണത്. നമുക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നു, നമുക്ക് സംഭവിക്കാതെ പോയത് അല്ലാഹു നമുക്ക് കണക്കാക്കിയിട്ടില്ല. ഇത് ഖൽബ് കൊണ്ട് ബോധ്യപ്പെടുന്നിടത്താണ് നമ്മുടെ ഈമാന്റെ ഹഖീഖത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈമാന്റെ ഹഖീഖത്ത് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടുക? ഈമാൻ അടിസ്ഥാനമാണ്. ഇപ്പം നിസ്കാരത്തിലൊക്കെ നിസ്കാരത്തിന്റെ നിയ്യത്ത് അടിസ്ഥാനമാണ്, ഖുശൂ അടിസ്ഥാനമാണ്. ഒരു ആദ്യത്തെ അത്തഹിയ്യാത്ത് മറന്നു, സഹ്വിന്റെ സുജൂദ് ചെയ്യാം, ഒരു ഏറെയോ കുറവോ ചെയ്തു, പരിഹരിക്കാൻ വകുപ്പുണ്ട് നിസ്കാരത്തിൽ. നേരെ മറിച്ച് നിയ്യത്ത് മറന്നുപോയി, പരിഹരിക്കാൻ വകുപ്പുണ്ടോ? രണ്ടാമത് നിസ്കരിക്കണം. നമ്മുടെ കർമ്മങ്ങൾക്ക് പരിഹാരമുണ്ട്, പക്ഷെ അഖീദക്ക് പരിഹാരമല്ല. അത് തിരുത്തുക തന്നെ വേണം, പരിഹരിക്കുക തന്നെ വേണം. ബാക്കിയൊക്കെ ജബർ ചെയ്യും, പരിഹരിച്ചു പോകും. പക്ഷെ നമ്മുടെ ഖുശൂ നിസ്കാരത്തിലെ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം, അത് രണ്ട് സുജൂദ് സഹ്വിന് സുജൂദ് ശരിയാവോ? ഇല്ല. മഹാന്മാർ പറയും, ഒരു മനുഷ്യൻ അവനവൻ്റെ നിസ്കാരത്തിന് അള്ളാഹ് കൂലി തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ പറ്റി ഓർക്കാതെ നിസ്കരിച്ചുക. ഷർത്തും ഫർളൊക്കെ ക്ലിയറാണ്. ഖിബ്ലക്ക് മുന്നിട്ട് ഒന്ന് അനക്കോ ഒന്നുമില്ലാതെ വളരെ റാഹത്തിൽ കാഴ്ചയിൽ ഖുശൂൽ നിസ്കരിച്ചതാ. പക്ഷേ അള്ളാഹിനെ പറ്റി ലെവലേശം ഓർത്തിട്ടില്ലെങ്കിൽ സലാം വീട്ടിൽ പോയി മടക്കി നിസ്കരിച്ചേക്കെന്നാ പറയാ. എന്തേ? ഇതിലൊന്നും കിട്ടാനില്ലല്ലോ, ഉള്ള പൊള്ളയാണ്. നിസ്കരിച്ചോ ചോദിച്ചാൽ നിസ്കരിച്ചു എന്ന് പറയും. കൂലി ഉണ്ടോ? കൂലിയൊന്നും ഉണ്ടാവില്ല. ലൈസ ലിൽ മർഇ മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹാ. അതുകൊണ്ട് നമ്മുടെ അഖീദയും ഹഖീഖത്തുൽ ഈമാനും ഇത് ശരിയാക്കൽ നിർബന്ധമാണ്. അല്ലാഹു മാനിആണ് എന്ന ഇസ്മ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇസ്മിനോട് നമ്മൾ കാണിക്കുന്ന അദബ്, നമ്മുടെ പൂർണ്ണമായ തവക്കുൽ അള്ളാഹുലേക്ക്. നമ്മുടെ വിഷയം എങ്ങനെയാണ്? പടച്ചവനെ തവക്കുലാക്കുക. മനുഷ്യന്മാരെയോ സോഷ്യൽ മീഡിയ ഇതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഖുലൂബുൽ ഇബാദ് ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിഇർ റഹ്മാൻ. കാരുണ്യവാനായ അള്ളാഹുവിന്റെ കരുണയുടെ വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയങ്ങളെ അള്ളാഹു നിയന്ത്രിക്കുന്നത്. രണ്ട് വിരലുകൊണ്ട് മറിച്ചിടുന്ന പോലെയാണെന്ന്. യഖ്ലിബുഹാ കൈഫ യശാ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അള്ളാഹുവാണ് കൺട്രോൾ ചെയ്യണത്. നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ജനങ്ങളുടെ സന്തോഷം വേണോ, ആ ഒരുത്തനെ സന്തോഷിപ്പിക്കുക, അതേ ഇതിന് പരിഹാരമുള്ളൂ. അള്ളാഹു മാനിആൻ, ഒരാൾക്കും എന്റെ റിസ്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല. അള്ളാഹു എങ്ങാനും തടഞ്ഞു വെച്ചാലോ ആർക്കും തന്നെ അത് റിലീസ് ചെയ്യാനും പറ്റൂല. പരിപൂർണമായ ഹഖീഖത്ത് തവക്കുൽ മാനി എന്ന ഇസ്മിനെ മനസ്സിലാക്കുന്നിടത്ത് വേണം